മത്സ്യങ്ങളുടെ കൊട്ടാരം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് ദേരയിലെ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റ്. നാട്ടിലൊന്നും ഒരു ഫിഷ് മാർക്കറ്റുമായി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത്രയും വൃത്തിയോടെയും ഭംഗിയോടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഫിഷ് മാർക്കറ്റാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഇവിടെ സ്വന്തമായി സ്പേസ് എടുത്തിട്ട് മത്സ്യക്കച്ചവടം നടത്തുന്നുള്ളത്. വളരെ വ്യത്യസ്തമായ ലോകത്തിലെ തന്നെ വളരെ വ്യത്യസ്തമായ മീനുകളൊക്കെ ഇവിടെ കാത്തിരിപ്പുണ്ട്. ഓരോ മത്സ്യങ്ങളുടെയും കാഴ്ചകളും അതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അയക്കൂറ 1 കിലോ 25. 1 കിലോ 25. 20 ഒത്തിരി കിലോ പാകിസ്ഥാനിയാണ്. ഇന്ത്യക്കാർക്ക് ആയതുകൊണ്ട് 20 തരുന്ന പറഞ്ഞു. 25 വില. കൂന്തലുണ്ട്, നല്ല മീനല്ല, ഫ്രഷ് ഇല്ല, എല്ലാം ഫ്രഷ്, നല്ല മീൻ, ഫ്രോസൺ അല്ല, നല്ല ചൂറ, വെള്ളി ചൂറ, നല്ല മീനല്ല, ജിണ്ടണ്ട, ആവലുണ്ട, മാന്തലുണ്ട, നല്ല മീനല്ല, ലോക്കൽ മീനല്ല, ഫ്രഷ് അല്ല, എല്ലാം ഫ്രഷ്, നല്ല ഫ്രഷ്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നും പോണ മീൻ ഏതാണ്? അവൻ പോയിത്തന്നെ നെയ്യാത്ത തോടാത്ത. ശനി ഞായറാണ് കൂടെ, വീക്കെൻഡ് ആയതുകൊണ്ട് ആ ദിവസങ്ങളിലാണ് സെയിൽ പൊതുവെ കൂടുതലുള്ളത് അല്ലേ? നിങ്ങളവിടെ തൃശ്ശൂർ. ഇവിടെ കുറെ കാലമായിരുന്നു, 6 വർഷമായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ സ്വന്തം പരിപാടിയാണ്? പാകിസ്ഥാനി നിങ്ങളില്ലായിരുന്നു, നിങ്ങൾ എല്ലാവരും ടീമായി ചെയ്യുന്നത്? അവിടെ ഗ്യാപ്പ് അത്രയും വേറെ ആളാണ്. ഇവിടെ അങ്ങനെയാണ്. ഇത് ഒരു ഇത് എടുക്കാൻ എങ്ങനെ, എത്ര അതിന്റെ റെന്റ് ആണോ? എങ്ങനെ മന്ത്ലി റെന്റ് ആണോ? ഒരു നിരക്കാണ് റേറ്റ് വരുന്നത്. ആ ഇത് കാണുന്ന ഒരു ഈ ബോക്സിലെ അതിന് എത്ര റേറ്റ് വരും? ഇപ്പോൾ 6,000-1,500 ദിർഹമാണ് ഒരു മാസത്തേക്കുള്ള റെന്റ് ആയിട്ട്. പകല് മാത്രമാണോ റേറ്റ്? രാത്രി ചെയ്യണമെങ്കിൽ വേറെ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഏത് സമയം സെയിൽ ചെയ്യാം? ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും സമയം? 24 hour ആണ് മാർക്കറ്റ്. രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ആളുകൾ ഉണ്ടാവും അല്ലേ? ഇപ്പൊ മീൻ വന്ന സമയമാണോ? മീൻ വന്നു രാത്രിയാണ് വന്നു തുടങ്ങും മീൻ അല്ലേ? ഏതൊരു സമയം ഇതിന് ക്ലോസിംഗ് ഉണ്ടല്ലോ, ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട്? ഓരോ ദിവസം ഒരു ഏരിയ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത് പോലെ. അപ്പൊ ഉച്ചക്ക് 2 to 4 അങ്ങനെയാണ് സമയം. ആ സമയത്ത് ബ്രേക്ക് ആയിരിക്കും. പക്ഷെ ബാക്കി ഉണ്ടാവും, എന്നാലും ഇവിടെ സംഭവം കിട്ടും. അപ്പോൾ 24 മണിക്കൂറായിട്ട് ഉണ്ടാവും മൊത്തത്തിൽ ക്ലോസിംഗ്. ആ ഒരു ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയയിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, ബാക്കിയുള്ളടത്തൊക്കെ കിട്ടും. ഇതിലിങ്ങനെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുമോ ഇവരുടെ ഒക്കെ? പരിധി ചെക്ക് ഉണ്ട്. ഐസിട്ട ഫൈൻ കിട്ടും, കിട്ടിയില്ലെങ്കിലാ ഫൈനല്ലേ? ഇതെല്ലാം ഫ്രഷ് മീനല്ലേ? ഇവിടെ എല്ലാം ഫ്രോസൺ ഒന്നും ഇല്ലല്ലോ. ആ ഒരു സൈഡ് ഫ്രോസൺ ആണല്ലേ? ഇവിടെ നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന, കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, കട്ടിങ് ഇല്ല അല്ലേ? നേരെ ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക ചെയ്യാം. ഈ ഫിഷിന്റെ പേരെന്ന് പറയാം? സീബാസ്. ഇതിവിടെ ഗൾഫിൽ മാത്രം കണ്ടുവരുന്ന മീനാണോ? അല്ലല്ല, പൊതുവെ വരലുണ്ട്. തുർക്കിയിൽ നിന്ന് തുർണീഷെന്നൊക്കെ ഇങ്ങനെ വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അവൈലബിൾ അല്ല? കേരളത്തിൽ അവൈലബിൾ. ഇവിടുന്ന് കൊണ്ടുപോകണം അല്ലേ? ഇതിനെന്താ വില? എന്തുണ്ട് ഇതിപ്പോൾ ഇന്ന് മാർക്കറ്റ് റേറ്റ് 40 dirhams ആവും. 40 dirhams കിലോക്ക് അല്ലേ? സീബീസ്, സീബ്രാസ്, ഓക്കെ, സീബ്രീ അങ്ങനത്തെ പേരുകളാണുള്ളത് അല്ലേ? പക്ഷേ വേറെ പ്രത്യേക വേറെ റേറ്റ് ഉണ്ട്. സാൽമൺ എന്ന് പറയുന്ന മീനുണ്ട്. സാൽമൺ ഫിഷ്. സാൽമൺ വേറെ. ഇപ്പോൾ സാൽമൺ
ഇതൊക്കെ എന്ന് പറയുമ്പോൾ നാട്ടിലങ്ങനെ വല്ലാണ്ട് അവൈലബിൾ അതെ നാട്ടിലത്ര നാട്ടിലേക്കൊക്കെ ആരെങ്കിലൊക്കെ വെക്കേഷന് പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകും. ഇവിടുന്ന് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് ആളുകൾ അല്ലേ? അപ്പോൾ നിങ്ങളതിന് സ്പെഷ്യൽ പാക്കിംഗ് ഉണ്ടോ? സ്പെഷ്യൽ പാക്കിങ്. ഓക്കെ. ഇതാണ് സാൽമൺ ഫിഷ്, അതിന്റെ ഫ്രഷ് പീസാണ്. നമുക്ക് ഫ്രോസൻ്റെ അല്ല, ഫ്രഷ് ആയിട്ട് വരുന്ന സാധനം. ഫ്രഷ് ആണ്, കണ്ടോ? ഫുൾ ഫ്രഷ് ആണ്, ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫിഷ് ആണല്ലേ സാൽമൺ. ഇതിന്റെ കണ്ടന്റ് ഉള്ള സാധനം. ഓക്കെ. നാട്ടിലേക്കൊക്കെ ഇവിടുന്ന് പോകുന്ന ആളുകൾ കൊണ്ടുപോകാറുണ്ടെന്നാ പറഞ്ഞത്. അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കിംഗ് ഒക്കെ ഉണ്ട്, പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ പാക്കിംഗ് എത്ര സമയം വരെയൊക്കെ നിൽക്കും? 8 മണിക്കൂർ 9 മണിക്കൂർ 8 മണിക്കൂർ 9 മണിക്കൂർ. അപ്പോൾ ജസ്റ്റ് പോകണ ദിവസം വന്നിട്ടില്ലേ, കുറച്ച് മുമ്പ് വേണമെങ്കിൽ 1 മണിക്കൂർ മുന്നേ വന്നിട്ടൊന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാം. ഇത്തരം നാട്ടിൽ ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം, വീട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കാവുന്നതായിട്ട്. വീട്ടിൽ കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോകും. ലഗേജിന് ഏതായാലും ഇതൊന്നുമില്ല, ബാനൊന്നുമില്ല, എല്ലാത്തരം കാനകളിൽ കൊണ്ടുപോകണം. മത്സ്യങ്ങളൊക്കെ കണ്ടില്ലേ, ഈ ഓരോ ടാങ്കിലുള്ള ഇതിനൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെറുതെ അക്വേറിയം പോലെ സൂക്ഷിച്ചിരിക്കുകയല്ല, ഓരോന്നിനും നമുക്ക് ഏതാ വേണ്ടത് നമുക്ക് അതിൻ്റെ തൂക്കത്തിനൊക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനൊക്കെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇത് ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു നിരയിൽ പോവുകയാണെങ്കിൽ ഈ കാണുന്ന മാത്രം ഇതിനപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ഇത്തരം ലൈവ് ഫിഷ്. ഈ ഞണ്ട് വിഭാഗത്തിലൊക്കെ ഉള്ള മത്സ്യങ്ങളാണ്. ഓയസ്റ്ററും ഞണ്ടൊക്കെയാണ്. ഭയങ്കര സൈസാട്ടോ, വളരെ വലിയ. ഈ ഒരു ഞണ്ടിനെ നോക്കൂ, എന്താ അതിൻ്റെ ഒരു സൈസ്, 5 കിലോൻ്റെ മേലെയൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ ഒരു ടാഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിനും വെറുതെ അങ്ങ് എടുത്ത് കൊണ്ടുപോകാൻ. ഇതെല്ലാം വ്യത്യസ്തതരമായിട്ടുള്ള മത്സ്യങ്ങളാണ്. പലതിൻ്റെയും പേര് നമുക്കറിയില്ല, അത് പേരിവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്നില്ല എന്തൊക്കെ പേരാണെന്നുള്ളത്. പക്ഷെ കാണാൻ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളതാണ്. കാണാൻ നല്ല പാമ്പിൻ്റെ ഒക്കെ സൈസുള്ള മീനുകളുണ്ട്. എന്താണെന്ന് അറിയില്ല, നമ്മൾ നാട്ടിൽ പല പ്രാദേശികമായിട്ട് പല പേരും പറയുന്ന മത്സ്യങ്ങളൊക്കെ ആയിരിക്കാം.